അത് നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ മാറിക്കോളും. പിന്നെയാണ് ഈ വിദ്വാന്മാർ താങ്കളെ ബ്ലാക്ക് മെയിൽ തുടങ്ങിയത് അല്ലേ? പിന്നെ അതിനുശേഷം എനിക്ക് കോൾ വരികയാണ്. ഹലോ സുരാജ്, ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ ഇവിടുത്തെ വക്കീലാണ്. പിന്നെ ഇങ്ങനെ ഒരു കേസ് അറിഞ്ഞു, പക്ഷേ കുട്ടി നിങ്ങളുടെ പേര് പറയാൻ ഒന്ന് ഹൈഡ് ചെയ്തൊക്കെ വച്ചേക്കുകയാണ്. ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഒരാളെ ഇതുപോലെ കൊടുത്തു. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 50 ലക്ഷമോ? അതുകൊണ്ടാണ് ഞാൻ ഒരു വീട് വെച്ചനെ. ഞാൻ അങ്ങനെ ഞെട്ടിയിരിക്കണം. ഞാൻ നേരെ വീണ്ടും ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു. എന്താ സുരാജ് സാർ, ഒരാൾ എന്നെ വിളിച്ചിട്ട് 50 ലക്ഷം രൂപ എന്നാൽ കേസിൽ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അയാളെ ട്രേസ് ചെയ്ത്, നീ ഒരു കാര്യം ചെയ്യും, ഉണ്ട് എന്നങ്ങ് സമ്മതിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ഞാൻ ഇയാൾ വിളിക്കുമ്പോൾ ചേട്ടാ ശരി തന്നെ, എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു ശരിക്കും അഭിനയിച്ച അവിടെയാണ് ഞാൻ. കാര്യം ഒരാളെ ട്രാപ്പിലാക്കുമ്പോൾ ചാങ്കിൽ ഇടിയോ എനിക്ക് കിട്ടിയ ഒരു തുരുമ്പല്ലേ. എൻ്റെ സത്യസന്ധത ഞാൻ അതിലില്ല എന്നുള്ളത് പൊതുജനം അറിയണമെങ്കിൽ എനിക്ക് ദൈവമായിട്ട്, ഞാൻ ദൈവത്തിനെ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ ദൈവമേ, ഈ അവസ്ഥ ഞാൻ എങ്ങനെ ആൾക്കാരെ മുമ്പ് എങ്ങനെ എൻ്റെ ഈ അവസ്ഥ എങ്ങനെ അറിയിക്കും അവരെ. അപ്പോൾ ദൈവം പോലെ ആൾ വിളിക്കുകയാണ്, 50 ലക്ഷം രൂപ ഒന്ന് ഊരിത്തരാമെന്ന്. അങ്ങനെ സാറ് പറഞ്ഞു നീ അത് പെട്ടുപോയെന്നുള്ള രീതിയിൽ തന്നെ അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ അഭിനയിച്ച് ഞാൻ പറഞ്ഞു ശരിയാട്ടാ. അപ്പോൾ മമ്മൂക്കാടെ പടത്തിൻ്റെ ഷൂട്ടിങ് ഷാഫി സാറിൻ്റെ വെന്നീസിലെ വ്യാപാരി ഇവിടെ ആലപ്പുഴ വെച്ച് നടക്കുന്നു. അപ്പോൾ അവിടത്തേക്ക് ആൾ വരികയാണ്. ഞാൻ പറഞ്ഞു നേരിട്ട് സംസാരിക്കാമെന്ന്. നേരിട്ട് വന്ന് സംസാരിച്ചു. സുരാജ് ഇങ്ങനെയാണ് കേസൊക്കെ, പിന്നെ കുറേ പത്രക്കാർക്ക് കൊടുക്കണം, അന്ന് എഴുതിയ വാർത്ത വന്ന അവർക്ക് കൊടുക്കണം, പിന്നെ നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്ന സാറിന് കൊടുക്കണം, പിന്നെ ആ വക്കീലിന്, പിന്നെ ആ കുട്ടിയുടെ ഫാദറിനും കുട്ടിക്കുമായിട്ട് കുറച്ച് എമൗണ്ട്, എല്ലാം കൂടെ 50. ഇത് എനിക്ക് വേണ്ടിയില്ല കേട്ടോ, സുരാജിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. എൻ്റെ മോളിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. സുരാജ് എന്ന് പറഞ്ഞാൽ ജീവന. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സുരാജെ ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ ഏടാ. ഞാൻ അപ്പോഴും ശരി സാർ, ശരി ഏട്ടാ. പക്ഷേ ചേട്ടൻ നിരന്തരം ഇവിടെ വരുന്നത് ആൾക്കാരറിയണമെങ്കിൽ ചേട്ടൻ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്നേ പറയാവൂ. അങ്ങനെ പറയാവൂ, ഒരിക്കലും വേറെ ഇത് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെ 10 ലക്ഷം രൂപ ആണ്. ഞാൻ പറഞ്ഞു ഇന്ന് ഇല്ല, നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്നായപ്പോൾ ഞാൻ നേരെ അവിടെ ചെന്ന് പറഞ്ഞു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നു, ഒരു കെട്ട് നോട്ട് തന്നു. നോട്ട് എൻ്റെ കയ്യിൽ തരുന്നു, ഇതങ്ങ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. പുള്ളി വരുന്നു. ഞാൻ കുറച്ചുകൂടി അതിബുദ്ധി കാണിച്ചു, ഇതിൽ വെക്കുന്ന ലേപ്പൽ എടുത്ത് വച്ചു. എന്ന് വെച്ചാൽ ഇവർ പറയുന്ന സത്യമാണോ ഇതെല്ലാം എനിക്ക് അറിയണമല്ലോ. ഞാൻ സിനിമയുടെ ലേപ്പൽ വാങ്ങി ഇതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യണം. ഒരു ക്യാമറയും കൂടെ ഹൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് പുള്ളി കയറി വന്നു. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ 5 കൊടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്, അദ്ദേഹമാണ് പുറത്തു വന്ന് നിൽക്കുന്നത് മഫ്തിയിൽ. പിന്നെ ഇത് പത്രക്കാർക്ക് അവർക്കും കുറച്ച് കൊടുക്കാണ്ട്. അതാണ് പൊന്നു സുരാജേ. അപ്പോൾ ഒന്നും പഠിക്കണം, നാളെ 25, മറ്റന്നാൾ കൊണ്ട് ഫുൾ തന്ന് തീർക്കണം. ഇത് സുരാജിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും പുറത്തറിയുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും അറിയില്ല. അപ്പോൾ ഇത് ഞാൻ നാളെ വിളിക്കാം. ഓക്കെ. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് അതിൽ ടച്ച് ചെയ്ത ഉടനെ ഞാൻ മറക്കി. ഞാൻ പറഞ്ഞു ഇനി ആരെങ്കിലും ശ്രദ്ധിക്കും. ഓക്കെ. ഇതും പറഞ്ഞ് പുള്ളി മമ്മൂക്കാക്ക് ടാറ്റയും കാണിച്ചു കൊണ്ടുപോകണ വിഷുവിലൊക്കെ അന്ന് വന്നു. ചെന്നിറങ്ങുന്നതും നേരെ ലോക്ക് ചെയ്യുന്നു. പിന്നെ അവിടെ തൊട്ട് നോക്കിയപ്പോൾ കാണാൻ ഒരു 4-5 പേര് ഇതിൻ്റെ പിന്നിലാണ്, എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അവരെ പിടിക്കുന്നു. അന്ന് വാർത്തയിൽ ഒരു 8-9 മണി വരെയുള്ള എല്ലാ പത്രങ്ങളിലും വാർത്തകളിലും എല്ലാം വന്നു. പിറ്റെന്നും അതിന് ശേഷമാണ് ശരിക്കും ഒരു മുക്തിയായത്. എന്നാൽ മുക്തി ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ താനും. കാരണം ഈ അടുത്ത സമയത്ത് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് കഴിക്കും, അന്ന് ഇത്തിരി പൈസയൊക്കെ കൊടുത്തല്ലേ, അത് ഒതുങ്ങില്ലേ, 1 കോടി കൊടുത്ത് ഒതുക്കിയല്ലേ. ഇപ്പോഴും വിചാരിക്കണം ഞാനതിലുണ്ട് എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ മുഴുവൻ വാർത്തയും വിവരവും എല്ലാവരും കേൾക്കുന്നില്ലല്ലോ. എല്ലാവരും കേട്ടു തുമ്പാണ്. അതെ. അപ്പം ചില തുമ്പിൽ സുരാജ് ഇപ്പോഴും പ്രതിയാണ്, ചില തുമ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ സുരാജ് പൈസ കൊടുത്തു, പിടിച്ച കാര്യം കിട്ടിയിട്ടില്ല. ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ കളിക്കും. ഒരുപക്ഷെ സുരാജിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായിരുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ. അത് അനുഭവിച്ച ആളിന് മാത്രമേ. എന്നെപ്പോലെ പല ഇതുപോലെ നമ്മൾ തെറ്റ് ചെയ്യാതെ ഒരാൾ തെറ്റുകാരെന്ന് ഒരു സമൂഹം മൊത്തം പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന മാനസികാവസ്ഥ മരിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തിന് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ എന്ത് സമാധാനം പറയാം? അവരെല്ലാം എന്നെ അവിശ്വസിക്കില്ലേ. ശേഷം എവിടെ ചെന്നാലും കൊച്ചുകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്തു വെച്ച് താലോലിക്കും. അങ്ങനെ താലോലിച്ചത് കണ്ടിട്ട് വരെ എനിക്ക് പിന്നീട് അത് ഭയങ്കര വേദനാജനകമാക്കി കളഞ്ഞു. അതും ഈ ബേസിൽ ഒരു 1-2 പേര് പറഞ്ഞു.
സുരാജിന് ഈ കൊച്ചുകുട്ടികളെ എടുത്ത് ഇങ്ങനെ താലോലിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന ലൊക്കേഷനിൽ വെച്ച് എല്ലാവരും സംസാരിച്ചു. ശരിക്കും മരിച്ചാൽ മതി എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. കൊച്ചു പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും. ഇതാ ഹായ്, ഇതാ ഞങ്ങളുടെ മോള് ഹൃദ്യ. കല്യാണം കഴിഞ്ഞ സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഒരു ആൺകുഞ്ഞായിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ആദ്യം തന്നെ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് മോനുള്ള പേരും കണ്ടുവച്ചു, കാശിനാഥനുള്ള പേരും കണ്ടുവച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് മോൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, കൊച്ചുകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ രണ്ടാമത്തേത് ആൺകുട്ടിയാണ് വസുദേവ്. അത് കഴിഞ്ഞ് മൂന്നാമത് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയപ്പോൾ ഒരു പെൺകുഞ്ഞിനെ തന്നെ കിട്ടി, ഹൃദ്യ സുരാജ്. മോളുടെ പേരതാണ്. അപ്പോൾ ശരിക്കും പെൺകുഞ്ഞുങ്ങളോട് ഇത്രയും ഇഷ്ടം തോന്നാൻ എന്താണ് കാരണം? ഒരു പെൺകുട്ടി വേണമെന്ന് ഇത്ര അതിയായ ആഗ്രഹം ഉണ്ടാവാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്നുകൂടി എന്നറിയാനൊരു ആഗ്രഹം. അച്ഛന്മാരോട് സ്നേഹം പെൺപിള്ളേർക്കാണ്. പിന്നെ എൻ്റെ വീട്ടിലായാലും അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും ചേച്ചിയായിട്ട് നല്ല കെമിസ്ട്രിയാണ്. എന്തുണ്ടെങ്കിലും അച്ഛൻ ആദ്യം ചേച്ചിയെ വിളിക്കുന്നു. പിന്നെ എനിക്കൊരു അനുജത്തിയില്ല. അപ്പോൾ കാര്യം ചേച്ചിയേ ഉള്ളൂ. അനുജത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞമ്മമാർക്കും എല്ലാം, പിന്നെ കൊച്ചു ചിറ്റപ്പന്മാർക്ക് അവരെല്ലാം അനിയത്തിമാരുണ്ട്. എങ്കിലും എനിക്കായിട്ടില്ലല്ലോ. കാര്യം എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചിയെ തല്ലുന്നതും ഇല്ലെങ്കിൽ പിന്നെ അവർ കുസൃതി കാണിക്കുമ്പോഴും. അപ്പോൾ എനിക്ക് എടി പൊടി എന്ന് വിളിക്കാൻ ഒരാളുണ്ടായിരുന്നു. അത് ചെറുതിലേ ഉള്ളൊരാഗ്രഹം. പിന്നെ ഒരച്ഛനായപ്പോൾ എനിക്കും ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നിയത് ആ മക്കളെ എനിക്ക് ജീവനാണ്. പക്ഷെ ഒരു പെണ്ണ് വേണമെന്ന് ഭയങ്കര അത്രയും വളരെ സന്തോഷകരമായൊരു കുടുംബത്തിൽ നേരത്തെ നമ്മൾ പരാമർശിച്ച ആ വിവാദം ഒരുപക്ഷെ വലിയൊരു സ്ഫോടനാത്മക സൃഷ്ടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അന്നൊന്നും എനിക്ക് ഉറക്കമില്ല സാർ. ഭാര്യ മാത്രമല്ല, എൻ്റെ അപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പോഴും പല ആൾക്കാരും അത് അഭിനയിക്കുന്നവർ തന്നെ എന്നോട് മിണ്ടാതെയൊക്കെ ആയിട്ടുണ്ട്. അത്രയും കൈയടി കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഒരു അവഗണന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാം. എനിക്കിവിടെ വന്നാലും ചിന്ത, ഇത് ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ വന്നാൽ ഉറക്കമില്ല. ഭാര്യ കരഞ്ഞ ഒരുപാട്. തീർച്ചയായിട്ടും വൈഫൊക്കെ അതിന് വേണ്ടിയിട്ട് അങ്ങ് അറ്റം സപ്പോർട്ട് ചെയ്തു. ഏട്ടാ കുഴപ്പമില്ല ഏട്ടാ. ഒരു പക്ഷേ ഞാൻ ഭ്രാന്തനായിട്ട് പോകേണ്ട ഒരവസ്ഥയായിരുന്നു അത്. കാര്യം നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യാൻ ഈശ്വരനെ മാത്രം വിളിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എൻ്റെ വൈഫിനറിയാം. ഇതൊക്കെ ഒരു സ്ലൈറ്റ് മാച്ചുകളെന്ന് പോലെ സുരാജെ മാച്ചുകളാണ്. കംപ്ലീറ്റ് ഞാൻ മാച്ച് കളഞ്ഞു. എനിക്കിപ്പോൾ സാർ ഓർമ്മിപ്പിച്ചപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രം. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പേടിയാവും സാർ ഓർക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ടൈം കളയാനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. സ്നേഹിക്കുന്നൊരു ഭാര്യ, 3 മക്കൾ, അതും സുരാജിൻ്റെ വഴിത്താരയിലൂടെ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. ഹായ് അച്ഛാ, എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടത്. അച്ഛൻ ഇങ്ങനെ എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ഒരുപാട് നാളെ ഇങ്ങനെ പറ്റിക്കുന്നു. എന്താ അച്ഛൻ എന്നെ കൊണ്ടുപോകാതെ? എനിക്ക് തോന്നുന്നു മലേഷ്യ എയർപോർട്ടിൽ വെച്ച് എന്നെ മിസ്സായതുകൊണ്ടാണോ, അതോ ഞാൻ ഉഗാണ്ടയിൽ ചെന്നപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിയതുകൊണ്ടാണോ? ആ ടെൻഷനിലാണോ അച്ഛൻ എന്നെ കൊണ്ടുപോകാത്തത്? നമ്മളെയൊക്കെ കാലത്ത് അച്ഛ ഒന്ന് സൂവിൽ കൊണ്ടുപോകുമോ, ഇല്ലെങ്കിൽ കടലൊന്ന് കാണിക്കാൻ കൊണ്ടുപോകുമോ, ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം. ഒരു ഗോതമ്പ് പുട്ടും പഴവും കൂടെ ഞവടി കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ മക്കളൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ. ശരിക്കും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ മോൻ പറഞ്ഞത്. ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ പോയത് മലേഷ്യയിൽ. അപ്പോൾ ആദ്യം പോകുന്ന ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയിൽ ഫാമിലിയായിട്ട് പോയി. ഇവൻ ഇപ്പോൾ പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂള് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വലിയ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുളിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പൂളിൽ വരണം. അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവനെ ചെറിയ പൂളിൽ വെച്ചിട്ട് കുളിപ്പിച്ച് ഞാൻ പറഞ്ഞു വലുതിലിറങ്ങുന്ന ഇല്ല എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ വലുതിൽ ചാടി. വലിയ നീന്തലുകാരനൊന്നും അല്ല ഞാനും ഡയറക്ടർ ദീപു കരുണാകരനും ഉണ്ട്. നമ്മൾ രണ്ടും ചാടി നീന്തി അപ്പുറം എത്തിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്നു, ചെറിയ പൂളിൽ അവനെ കാണാനില്ല. വലുതിനകത്ത് കിടന്ന് വെള്ളം കുടിക്കുക. ഉച്ചയായതുകൊണ്ട് കറക്റ്റ് അകം കാണാൻ പറ്റും. ഞാൻ അന്നത്തെ ആ നീന്തൽ വെച്ച് ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ
എനിക്കിന്ന് ഏഷ്യാഡിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം കിട്ടിയേനെ. ഒരു നല്ല നീളമുള്ള പൂള് എങ്ങനെ നീന്തി വന്നെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഇതുവരെ നീന്താനും അറിയില്ല. അവിടുന്ന് കുമ്പള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ വന്ന് എൻ്റെ മോനെ പിടിച്ച് പൊക്കി കരയിലിട്ട് വയറ്റിലെ വെള്ളമെല്ലാം കളഞ്ഞു. ഞാൻ എങ്ങനെ എൻ്റെ വൈഫിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതെല്ലാം തന്നെ എൻ്റെ ചിന്ത. ഇവന് ബോധം വരണേ കറക്റ്റ് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയായി. പിന്നെ അതുപോലെ തന്നെ മലേഷ്യൻ എയർപോർട്ട് വിദ്വാനല്ലേ? ഇവൻ തന്നെ. ഇവനുണ്ടാക്കിയ പ്രശ്നങ്ങൾ. ഇവനാണ് അണ്ണൻ തമ്പിയിൽ മമ്മൂക്കയുടെ മോനായിട്ട്. ഇത് 1 വയസ്സായ എന്ന സമയത്താണ്. സിനിമാക്കാരനാക്കണോ? അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതെല്ലാം ആഗ്രഹമുണ്ട്. വന്ന് തീർച്ചയായിട്ടും കലാപ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വീട്ടിൽ മക്കളൊക്കെ വന്ന് പറയുമോ അച്ഛൻ ചെല്ലുമ്പോൾ, അച്ഛൻ ഒരു നമ്പർ കാണിക്കച്ചാ? ഇല്ല, ടി വിയിലെ എല്ലാ പരിപാടിയും എൻ്റെ മോൻ കാണും. പ്രത്യേകിച്ച് കോമഡി പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അതിൽ അവന് ഇഷ്ടപ്പെട്ട നമ്പറുകൾ എന്നോടൊന്ന് പറഞ്ഞ് കേൾപ്പിക്കാറുണ്ട്. പിന്നെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യവും അച്ഛൻ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ അവനെയും കൊണ്ട് പോകാറുണ്ട്. കാര്യം ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അച്ഛാ എനിക്ക് മണ്ണിലൊക്കെ ഓടി കളിക്കണമെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് വേണ്ട അച്ഛാ, എനിക്കൊരു വീട് മതി അച്ഛാ. കാര്യം ഫ്രീ ആവുന്ന ടൈമെല്ലാം ഞാൻ വെഞ്ഞാറമൂട്ടിലും എൻ്റെ ബന്ധുക്കളെ അവിടെയൊക്കെ കൊണ്ടുപോകും. ബന്ധങ്ങൾക്ക് പഠിക്കുന്നതിനും എൻ്റെ ബന്ധുക്കളുടെ ആരുടെ പേര് ചോദിച്ചാലും അവൻ കറക്റ്റ് പറയും. ശരി. ഇപ്പോൾ തൊട്ടടുത്തുള്ള അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അങ്ങനെ ആരോ എന്തോ കസിൻ ഇസിൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷേ ഇവന് കറക്റ്റ് ബന്ധങ്ങൾ പഠിപ്പിക്കാനും അതിന് ഫ്രീ ടൈമിനെല്ലാം ഞാൻ അവനെ കൊണ്ടുപോകാം. അല്ലാതെ ആ സമയത്തും കൂടെ ഇരുത്തി പഠിപ്പിച്ച് ഭയങ്കര ഇതാക്കണം അങ്ങനെയൊന്നും എനിക്ക് അനുഭവിച്ച പീഡനങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല, മണ്ണിലൊക്കെ കിടന്ന് കളിക്കുന്നത്. ഇപ്പോഴും മഴ വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോനും 2ാമത്തെ മോനും മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റിൻ്റെ വെളിയിലായിരിക്കും. കാര്യം മഴ നനയുന്നു. ഇതുവരെക്ക് മഴ നനഞ്ഞിട്ട് കാശിക്ക് ഇല്ലെങ്കിൽ വസുവിനൊരു അസുഖം വന്നെന്ന് ഇതുവരെ വന്നിട്ടില്ല. എല്ലാ മഴയും നനയിപ്പിക്കും. ഞാൻ പറയും, നീക്ക് മഴ നനയണോടാ, കാര്യം ഇവിടെയാണ് നീ ജീവിക്കുന്നത്. സിനിമ അഭിനയത്തിൻ്റെ പുറത്തേക്ക് സുരാജിന് പോകണമെന്നില്ലേ? ഒരുപക്ഷെ ഒന്ന് നോക്കിയോളൂ. ഇതെന്താണ് സുരാജ്? ഇത് നമ്മുടെ നീലക്കടമ്പ് എന്ന് പറയുന്നൊരു ഡ്രാമയാണത്. മെഗാ വിഷ്വൽ ഡ്രാമ. ഇത് എൻ്റെ ചേട്ടനാണ് ഇപ്പോൾ നോക്കുന്നത്. ചേട്ടനും സിതാര, ദിലീപ് സിതാരയും കൂടെയാണ്. നമ്മളെ വെഞ്ഞാറമൂട്ടിൽ ഒരുപാട് ഇപ്പോൾ ഈ ബാലെ എന്ന് പറയുന്ന കലാരൂപം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണ്ട് ഡ്രാമയിലും ബാലയിലൊക്കെ ഇപ്പോൾ ഡ്രാമയും ഇപ്പോൾ സ്റ്റേജുകൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാരുണ്ട്, കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ എല്ലാവരും കൂടെ വച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെയും കൂടെ ഒരു പിന്തുണ വെച്ച് നമുക്കൊരു സമിതി ഉണ്ടാക്കാം. അതിനാണ് തിരുവനന്തപുരം വൈശാഖ് വിഷൻ സുരാജൊക്കെ രംഗത്തിറങ്ങിയ ഒരുപക്ഷെ ആ കലാരൂപം തിരിച്ചു വരാൻ സാധ്യത. തീർച്ചയായിട്ടും ഞാൻ ഇതിലുണ്ട്. ഞാൻ വിഷ്വൽ വീഡിയോയിൽ വരുന്നുണ്ട്.